ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ PSC ഉദ്യോഗാർത്ഥികൾ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ പല PSCയുടെ എക്സാമിനേഷൻ്റെ ഒക്കെ വീഡിയോ അല്ലെങ്കിൽ പറയുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന സമയങ്ങളിൽ നിങ്ങളെല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഈ പറയുന്ന PSCയുടെ വെബ്സൈറ്റിൽ കയറിയതിനു ശേഷം നമുക്ക് ഈ പറയുന്ന നൽകിയിട്ടുള്ള വിവരങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളത് അല്ലേ. അവിടെ ഒരുപാട് വിഷയങ്ങളൊക്കെ എന്താണ് ഈ പറയുന്ന എഡിറ്റ് ചെയ്യാൻ പറ്റാത്തതിലൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു തീരുമാനം ഇതായിരിക്കുകയാണ്. നമ്മുടെ കേരള PSC അടുത്തിടെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ നമ്മുടെ ഇതുമായിട്ട് സംബന്ധിച്ച് അല്ലേ ഈ പറഞ്ഞ എഡിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസിദ്ധീകരണം അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് എന്ത് ചെയ്യാൻ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഈ പറയുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യാൻ, എപ്പോഴൊക്കെ എഡിറ്റ് ചെയ്യാം, ഏതെല്ലാം വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ കേരള PSC ഇറക്കിയിട്ടുള്ള ആ ഒരു നോട്ടീസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇതിനകത്ത് ഈ പറയുന്ന പ്രസിദ്ധീകരണത്തിലെ 2026 ജനുവരി 19 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനം അല്ലെ 2026 ജനുവരി 19 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനത്തിൽ PSC അപേക്ഷകൾ അവസാന തീയതിക്ക് മുൻപായിട്ട് ഇനി തിരുത്തൽ വരുത്താമെന്നുള്ളതാണ്. നോക്കിയേ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന അടുത്ത വിജ്ഞാപനം മുതൽ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിച്ച ശേഷം അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി വരെയുള്ള കാലയളവിൽ അപേക്ഷയിലെ ഡിക്ലറേഷൻസ് ലിങ്കിൽ വെയിറ്റേജിലും ഭിന്നശേഷി വിഭാഗം, വിമുക്ത ഭടൻ, കായിക താരങ്ങളെ, NCC മുതലായ പ്രൊഫഷണൽ പ്രിഫറൻഷ്യൽ യോഗ്യതകൾ സംബന്ധിച്ചും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള എഡിറ്റ് ഓപ്ഷൻ അനുവദിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. ഇതോടൊപ്പം അവസാന തീയതിക്ക് മുൻപ് പ്രൊഫൈലിൽ വരുത്തുന്ന എല്ലാ മാറ്റങ്ങളും അപേക്ഷയുടെ ഭാഗമാകും. ഇതോടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അശ്രദ്ധ മൂലമുണ്ടാകുന്ന തെറ്റുകൾ അപേക്ഷയുടെ അവസാന തീയതിക്ക് മുൻപായിട്ട് എന്ത് ചെയ്യും, തിരുത്തുവാനുള്ള അവസരം എന്ത് ചെയ്യും, ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് കമ്മീഷൻ അത് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ മനസ്സിലാക്കേണ്ട എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം അല്ലെ, പറയുന്ന എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അതിനുള്ള ഉത്തരമാണ് ആദ്യം അവർ പറഞ്ഞിട്ടുള്ളത്. അപേക്ഷയിലെ ഡിക്ലറേഷൻസ് എങ്കില് വെയിറ്റേജ്, അതായത് ഈ പറയുന്ന വെയിറ്റേജിലും പിന്നെ ഭിന്നശേഷി വിഭാഗം അല്ലെ, ഡിഫറൻഷ്യൽ ഏബിൾ ആയിട്ടുള്ള ഭിന്നശേഷി വിഭാഗം, വിമുക്ത ഭടൻ, എക്സ് സർവീസ് മെൻ ഉണ്ടല്ലോ അവര്, കായിക താരങ്ങള്, അതിൽ NCC മുതലായിട്ടുള്ള ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലും തിരുത്തുകൾ ഉണ്ടെങ്കിൽ എന്ത് നമുക്ക് അത് തിരുത്തലുകൾ വരുത്താം. മനസ്സിലായോ? തിരുത്തലുകൾ വരുത്താം. അടുത്തത് ഈ പറയുന്ന പ്രിഫറൻഷ്യൽ യോഗ്യതകൾ സംബന്ധിച്ചും അല്ലെ, പ്രിഫറൻഷ്യൽ യോഗ്യതകൾ സംബന്ധിച്ചും വരുന്ന ആവശ്യമായ മാറ്റങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നതിനകത്ത് വരുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പം ആദ്യത്തെ എന്തൊക്കെ തിരുത്തലുകൾ വരുത്താൻ സാധിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഏകദേശം ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലെ. മനസ്സിലായോ? അപ്പൊ ആദ്യത്തേത് അപേക്ഷയിലെ ഡിക്ലറേഷൻ ലിങ്കില് വെയിറ്റേജില് ഈ പറഞ്ഞ ഭിന്നശേഷി വിഭാഗം, വിമുക്ത ഭടൻ, കായിക താരങ്ങൾ മുതലായിട്ടുള്ളവരും, അതേപോലെ തന്നെ പ്രിഫറൻഷ്യൽ യോഗ്യതകൾ സംബന്ധിച്ചും ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ഇതിലൂടെ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് അവസാന തീയതിക്ക് മുൻപ് ഉദ്യോഗാർത്ഥി സ്വന്തം പ്രൊഫൈലിൽ വരുത്തുന്ന മാറ്റങ്ങൾ, എല്ലാ മാറ്റങ്ങളും അപേക്ഷയുടെ ഭാഗമാകുന്നുള്ളതാണ്. അതായത് ഇപ്പൊ ഞാനിക്ക് ഇവരെ 10-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് വന്നിട്ടുള്ളത്. ഓക്കെ, 10-ാം തീയതി ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. ഓക്കെ, എന്താണ് 10-ാം തീയതി ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അടുത്ത മാസം 5-ാം തീയതി വരെ എന്തുള്ളൂ, ഈ പറയുന്ന നോട്ടിഫിക്കേഷന്റെ കാലാവധി ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ 5-ാം തീയതിക്ക് മുൻപായിട്ട് ഞാനിപ്പോ ഒരു 6-ാം തീയതിയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പം 6 ജനുവരിയിലാണ് എന്ത് ചെയ്യുന്നത് ഞാൻ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 5 ഫെബ്രുവരിയിലാണ് എന്ത് ചെയ്യുന്നത് ഇത് അവസാനിക്കുന്നതെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ 6 ജനുവരി ഞാൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് തെറ്റുകുറ്റങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ഈ പറയുന്ന 5 ഫെബ്രുവരിക്ക് മുമ്പായിട്ട് എന്ത് വരുത്താം, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കും. 5 ഫെബ്രുവരിക്ക് മുമ്പായിട്ട് എന്ത് നടത്താൻ പറ്റും, മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനി ഇത് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഈ പരീക്ഷ അടുപ്പിച്ച് ഈ പറഞ്ഞ രീതിയിൽ എന്താണ് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതായത് ഈ അവസാന തീയതിക്ക് മുൻപായിട്ട് ഉദ്യോഗാർത്ഥികൾ സ്വന്തം പ്രൊഫൈലിൽ വരുത്തുന്ന എല്ലാ മാറ്റങ്ങളും എന്ത് ചെയ്യും, ഈ നമ്മൾ സമർപ്പിക്കുന്ന അപേക്ഷയുടെ ഭാഗമായിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത്. പിന്നെ ആ നോട്ടീസിൽ പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഇപ്പോൾ ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ, അതായത് ഈ ഡിസംബർ മാസങ്ങളിലൊക്കെ വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന വിജ്ഞാപനം വരുന്നതിന് തൊട്ട് മുമ്പ്, അതായത് വിജ്ഞാപനം വരുന്നത് 2026 ജനുവരി 19 എന്ത് ചെയ്യുന്നത് യോഗ തീരുമാനം എന്ത് ചെയ്യുന്നത് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇതിന് മുൻപ് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നും ഈ പറഞ്ഞ ഇത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. മനസ്സിലായോ? വിജ്ഞാപനം വരുന്നതിന് മുമ്പ് ആണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അപേക്ഷകൾ സമർപ്പിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വ്യത്യാസങ്ങളൊന്നും വരുത്താൻ വേണ്ടി സാധിക്കില്ല. പകരം ഈ പറയുന്ന ഇനി വരാൻ പോകുന്ന വിജ്ഞാപനങ്ങൾ കാണാൻ ചെയ്യുന്ന ബാധകമായിട്ട്
ഉണ്ടാവുക എന്നുള്ളതാണ്. വൺസ് ഇറ്റ് ഈസ് ഇത് പറയുന്ന നമ്മൾ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻസ് വരുത്തില്ല. കാരണം ഈ SSC പോലത്തെ അല്ലെങ്കിൽ RRB പോലുള്ള ഈ പറയുന്ന രണ്ടാമത് എഡിറ്റ് വിൻഡോ ഓപ്ഷൻ അവർ എന്ത് ചെയ്യുന്നില്ല, നൽകില്ല എന്നുള്ളതാണ് PSCയുടെ പ്രത്യേകത. രണ്ടാമത് എഡിറ്റ് വിൻഡോ ഓപ്ഷൻ എന്ത് ചെയ്യില്ല, PSC നൽകില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലിരുത്തിക്കൊണ്ട് വേണം എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വ്യത്യാസങ്ങൾ, ഈ പറയുന്ന മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യുക, വരുത്താൻ വേണ്ടിയിട്ട് ഉള്ളതെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അത്യാവശ്യം നല്ലൊരു കേൾക്കുമ്പോൾ തന്നെ അല്ലെ ഒരു നല്ലൊരു മാറ്റമാണ് PSCയുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്ത് ഉണ്ടായിട്ടുള്ളത് അല്ലെ. ഒരുപാട് നാളത്തെ ഒരു പ്രശ്നമായിരുന്നു ഈ പറഞ്ഞ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരിക എന്നുള്ളത് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സംശയത്തിനാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവരാധിക്കാണ് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് PSC. ഓക്കെ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി വരാൻ പറയുന്ന നോട്ടിഫിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇത് നടത്തിയിട്ട് തന്നെ എന്ത് ചെയ്യുക, അടുത്ത അപേക്ഷകളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്ത പ്രസിദ്ധീകരണങ്ങൾ മുതലേ, അതായത് അടുത്ത നോട്ടിഫിക്കേഷൻ മുതൽ എന്ത് ചെയ്തുള്ളത്, പ്രാബല്യത്തിൽ വരികയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് നിങ്ങൾ അറിയേണ്ടത്. അടുത്ത നോട്ടിഫിക്കേഷൻ മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയുള്ളൂ. ഓക്കെ, അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം മുൻവർഷ കാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, അറിയാതൊക്കെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയതിനു ശേഷം ഒരുപാട് പേര് വിഷമിക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പം ഇനിയുള്ളവരെന്ത് ചെയ്യുക, അങ്ങനെ തെറ്റുകൾ വരുത്താതിരിക്കുക അല്ലെ. ഈ പറയുന്ന അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയങ്ങളിലായിക്കോട്ടെ, ഈ പറയുന്ന ലോഗിൻ ഒക്കെ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ രജിസ്ട്രേഷൻ ഒക്കെ നടത്തുന്ന സമയങ്ങളിലും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെ എന്ത് ചെയ്യുക, നൽകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ നൽകിക്കൊണ്ട് അപേക്ഷകളൊക്കെ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് എന്ത് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഏതെല്ലാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ പറയുന്ന ഡിക്ലറേഷൻ ലിങ്കിലെ വെയിറ്റേജിലും അതേപോലെ തന്നെ സംബന്ധിച്ചിട്ടുള്ള ആവശ്യമായ മാറ്റങ്ങൾ വരുത്താനുള്ള എഡിറ്റ് ഓപ്ഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, അനുവദിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ അവസാനത്തെ ഡേറ്റിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് സമർപ്പിക്കേണ്ടതാണ്. കാരണം 5-ാം തീയതിയാണ് അവസാന ഡേറ്റ്, 6-ാം തീയതി നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നടക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, മനസ്സിൽ വെക്കുക. അതേപോലെ രീതിയിലാണ് ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വരാൻ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക, ഇത് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഈ പറയുന്ന എഡിറ്റ് എന്തിനുകൊണ്ടൊക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. അതേപോലെ നല്ല രീതിയിൽ തന്നെ PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, തയ്യാറെടുക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ PSC പരീക്ഷകൾ പ്രധാനപ്പെട്ട നമ്മൾ ഈ ഏറെക്കുറെ എല്ലാ ഉദ്യോഗാർത്ഥികളും എഴുതുന്ന പരീക്ഷയാണ് ഈ പറഞ്ഞ VFA, ബെപ്കോ, കമ്പനി ബോർഡ് പോലെ എക്സാമിനേഷൻസ് അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ കമ്പനി ബോർഡ് LGSനും അതേപോലെ VFAയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രയാണം എന്നുള്ളതാണ് നമ്മുടെ ബാച്ച് എന്ന പേര്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ VFAയ്ക്കും ബെപ്കോയ്ക്കും കമ്പനി ബോർഡ് LGSനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഇവിടെ പ്രയാണം എന്ന് പറയുന്ന പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഡെയിലി CAയും ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളും അതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെക്ഷൻസ് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ നൽകി വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പേടിയും കൂടാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഇപ്പോൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടോ എന്ത് ഡൗട്ട് ഉണ്ടായാലും താഴെ കാണാൻ നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ഓർക്കുക, IAS പരീക്ഷകളൊക്കെ വളരെ ഗൗരവമായിട്ട് എന്ത് ചെയ്യാണ് എടുത്തുകൊണ്ട് നിങ്ങൾ പല പരീക്ഷകൾക്ക് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ വർഷം കമ്പനി ബോർഡ് LGSനൊക്കെ ഈ പറഞ്ഞ രീതിയിൽ അപേക്ഷകരൊക്കെ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യാം, മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളെ കൊണ്ട് മാക്സിമം എഫോർട്ട് ഇടാൻ പറ്റും, എത്ര ഇടാൻ പറ്റും അതൊക്കെ എന്ത് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും വിജയം നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും. ഓക്കെ, അതിനെല്ലാ ഭാവങ്ങളും നേരുന്നു. താങ്ക് യു. വീണ്ടും കാണാം. എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു. ബൈ.